പിന്നെ 2 പീസ് ബ്രെഡും എല്ലാവരും പ്ലേറ്റ് എടുത്ത് ആദ്യം ഇരുന്നുണ്ട് എന്നാ കട്ടി മുന്നേതാ ചങ്ങായിമാരെ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ, പുതിയൊരു ഐറ്റം, ഒരു വെറൈറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ വെറൈറ്റിൻ്റെ പേര് പിന്നെ ബീഫ് കൊണ്ടാട്ടം. നമുക്ക് ബെല്ലാരിന്നോ പൊള്ളാച്ചിന്നോ എന്തായാലും വിളിക്കുന്നത് കുഴപ്പമില്ല. ഇന്ന് ഒരു ഐറ്റം ബീഫിനെ കൊണ്ടുള്ളൊരു കൊണ്ടാട്ടമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. നമുക്ക് പിന്നെ ഇതിൻ്റെ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ബീഫ് കൊണ്ടാട്ടത്തിന് ആവശ്യമായ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് ഇടുമ്പം ഞാൻ ഏകദേശം പിന്നെ ഒരു 1.25 കിലോന് പിന്നെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഒരു സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് കൂടുതലിടണ്ട. ഉപ്പ് നമുക്ക് പിന്നെ വേറൊരു സാധനത്തിൽ ഉപ്പ് വരും. അതുപോലെ തന്നെ ആവശ്യമുള്ള മുളക്, ഞാനൊരു കപ്പ് മുളക് എടുത്തത്. അതിൽ ഏകദേശം പിന്നെ 3/4 കപ്പോളം മുളക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, കുറച്ച് എരിവ് കിടന്നോട്ടെ, അതുകൊണ്ട് കുരുമുളക് പൊടി. അതിനുശേഷം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം പിന്നെ 1/2 കപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോറി, ഇത് ഗരം മസാല കേട്ടോ. മല്ലിപ്പൊടി 1/2 കപ്പ്, ഗരം മസാല ഏകദേശം 1/2 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. പിന്നെ കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഈ 3 സാധനങ്ങളും മിക്സിയിൽ അരച്ചതാണ്. ഏകദേശം ഒരു 3 സ്പൂണോളം ഉണ്ട്. അതിന് മുഴുവനായിട്ടും പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇത് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം. നിങ്ങളെ ആവശ്യമനുസരിച്ച് എത്രയാണ് വിസിലടിക്കുന്നത് ആയിക്കോട്ടെ. നമ്മളൊരു 8 വിസിലാണ് നമ്മൾ കുക്കറിനുള്ളത്. അപ്പോൾ കുക്കറിൽ നമുക്ക് വേവിപ്പിക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഗ്യാസിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ ഗൈസ് പിന്നെ ഏകദേശം പിന്നെ 9 പിന്നെ വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിന്നെ വിസിലൊക്കെ ഒഴിവാക്കിയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വേറൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ ഏകദേശം വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് പിന്നെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്ത് വറ്റിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൻ്റെ വിസിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാം. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് സംഭവം മാറ്റാം. അപ്പോൾ ഉദ്ദേശിച്ചത്ര വെള്ളമില്ല, അതുകൊണ്ട് കുറച്ച് പണിയും കുറയും. നമ്മൾ പെട്ടെന്ന് സംഭവമാവും. നല്ല കംപ്ലീറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ടാൽ മതി. വെള്ളമൊക്കെ ആദ്യം കണ്ടില്ല, കുറച്ച് വെള്ളം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം വറ്റി. അപ്പോൾ ഈ നല്ലോണം ഇനിയും വറ്റും. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ആദ്യമുള്ള എണ്ണ തന്നെയാണ്. അപ്പോൾ ഈ നല്ലോണം പിന്നെ ഏകദേശം നല്ല രീതിയിൽ, അതായത് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ നിങ്ങൾ നല്ലോണം ഫ്രൈ ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ചെറിയൊരു പാത്രം വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇട്ട ഉടനെ തന്നെ ഇത് ചെറിയ ഉള്ളിയാണ്. കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി നേർങ്ങനെ അരിഞ്ഞാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 പിന്നെ പച്ചമുളകും നല്ലോണം ഇതിൽ പിന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒരു മാറി വരും. അപ്പോൾ ഇത് ഏകദേശം കുറച്ചായാൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇത് കുറച്ചായാൽ ഞാനൊരു പിന്നെ 2 ഉള്ളി അരിഞ്ഞതാണ്. ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പിന്നെ ആഡ് ചെയ്യാം. ഉപ്പോ കാര്യങ്ങളൊന്നും ഇടണ്ട. അതൊന്നും ഇടാണ്ട് തന്നെ ഇത് നല്ലോണം വാട്ടണം. കാരണം കൊണ്ടാട്ടത്തിൻ്റെ ഉപ്പിലേക്ക് വരും. അപ്പോൾ എണ്ണ ഒഴിക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം മറ്റേൻ്റെ കുറച്ച് എണ്ണ ഉണ്ടോ, എന്നാലും എണ്ണ വലിയ പാത്രം കൂടി വെച്ചിട്ട് ഒരു പിന്നെ 4
മുളകിൻ്റെ കൊണ്ടാട്ടമല്ലേ ഞങ്ങൾക്ക് അതും അതുപോലെ തന്നെ ഒരു പിന്നെ 5-6 ഒരു 7 പീസ് വറ്റൽമുളകും പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അത് പിന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ട്. എണ്ണ ഒഴിക്കുന്നതിൻ്റെ ഒഴിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് അത് വാടിക്കോട്ടെ. അപ്പോൾ ഇത് വാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് പിന്നെ ഗരം മസാലയും അതുപോലെ തന്നെ അടുത്തത് പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ബീഫ് ഉണ്ടല്ലോ, നമ്മൾ മാറ്റി വെച്ച ബീഫ് അതിനകത്തേക്ക് കൂടി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബീഫിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല ബീഫിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ആദ്യം കണ്ട കളറൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് ബീഫ്. അപ്പോൾ ബീഫും കൂടി ഇടുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, ഒന്ന് ഇളക്കുക, അത് കംപ്ലീറ്റ് മിക്സ് ചെയ്യാം. നല്ലോണം ശ്രദ്ധിക്കണമെന്ന്, കാരണം വേറെ ഓയിലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നല്ലോണം ഇളകിയിട്ടുണ്ട്. ഞാനിതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല റേറ്റുള്ള സാധനമാണ്, ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒഴിച്ചല്ലേ പറ്റൂ. അത് വെളിച്ചെണ്ണ ഇടുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെന്താക്കുക, കുറച്ച് ലേശം പച്ചവെള്ളം കൂടി ഒഴിക്കുക. കൂടുതൽ ഒഴിക്കാൻ പാടില്ല, വെള്ളയിപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ വറുത്ത പിന്നെ ഇത് കൊണ്ടാട്ടം മുളകും അതുപോലെ തന്നെ പിന്നെ വറ്റൽമുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നല്ല പിന്നെ ചേരുവയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിൻ്റെ ശരിയായ മണവും കാര്യങ്ങളും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, വെള്ളവും കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു, അതുപോലെ തന്നെ എണ്ണയെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പുതിന ഇല, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഇത് ലെമനാണ്, ഒരു നാരങ്ങ പിഴിഞ്ഞാണ്, അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഇളക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഗ്യാസ് പറയുന്നത്. അപ്പോൾ നമുക്ക് മാറ്റാം. ഓക്കെ. നല്ല പിടപ്പം മണെല്ലാം വരുന്നുണ്ട്. നമുക്കിങ്ങനെ കഴിച്ച് നോക്കണം. കഴിക്കാൻ ഇന്ന് ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ മുകളിൽ ചെറിയൊരു ഡെക്കറേറ്റും കൂടി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം, അതായത് ബെല്ലാരി ബീഫ് കൊണ്ടാട്ടം അല്ലെങ്കിൽ പൊള്ളാച്ചി ബീഫ് കൊണ്ടാട്ടം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടാട്ടം മുകളിലും വിതറിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാധനം എന്തുണ്ടെന്ന അവസ്ഥ അല്ലേ. ഇന്ന് ടെസ്റ്റ് ഒരുപാട് ആളുണ്ട്. എത്ര എണ്ണാൻ പറ്റും നമുക്ക്? ഇല്ല, 5 ആളുണ്ടല്ലേ. 5 ഞാടൊക്കെ 6 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ബ്രെഡ് പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രെഡാണ്. നമുക്ക് പിന്നെ 2 പീസ് ബ്രെഡും എല്ലാവരും പ്ലേറ്റ് എടുത്ത് ആദ്യം ഇരുന്നുണ്ട്. എന്നാ കട്ടി മുന്നേതാ ഇല്ല 2, എനിക്ക് 2 അല്ലേ. 2 എന്നാ റിസ്വാന് 2. എല്ലാവർക്കും ഞാൻ കുറച്ചായിട്ട് പിന്നെ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് എരിവുണ്ടാവും, ശ്രദ്ധിക്കുക കുട്ടികൾ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി തന്നെ ഇടല്ലേ. നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെക്കണം. ഒരു സ്പെഷ്യൽ നല്ല വെറൈറ്റി ഐറ്റമാണ് ബീഫ് കൊണ്ടാട്ടം. റിസ്വാനെന്നാ ഓക്കെ. അത് കഴിഞ്ഞാൽ ഗ്രേവി ടൈപ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലൊട്ടും ഗ്രേവി അല്ലാണ്ടുമല്ല. ഏതായാലും പിന്നെ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് കഴിച്ച് നോക്കാം. ഞാൻ പിടിക്കണം അല്ലേ കഴിക്കണ്ടെങ്കിൽ? എന്നാ കഴിച്ച് നോക്കും. സമ്മതം കിട്ടീനി, നിങ്ങൾ കഴിച്ചോ. ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കാം. ചെറിയൊരു ബീഫും ഒരു കഷ്ണം ബ്രെഡും ചുരുട്ടി പിടിച്ചങ്ങ് അടിച്ചാൽ മതി. നല്ല എരിവുണ്ട്, പാകത്തിന്. ഇവരോട് തന്നെ അഭിപ്രായം ചോദിക്കാം. എന്നിട്ട് എന്തുണ്ട് അവസ്ഥ? നല്ല രസമുണ്ട്. അടിപൊളിയാണ്. നല്ല രസമുണ്ട്. രസമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? എരിവുണ്ടോ?
എരിവുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്ന കുറേ സമയം. അപ്പോൾ റിസ്വാനോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ടല്ലേ. ബ്രെഡും കൂട്ടി എങ്ങനെ സാധനം? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലോ പറയുന്നില്ല. ഏതായാലും പിന്നെ ഇവർക്ക് കൊണ്ട് നമുക്ക് പറയിപ്പിച്ച് നോക്കി എന്താ അവസ്ഥയാണ്. ഞാൻ തന്നെ എപ്പം സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ രസമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നീ എന്താ പറയുന്നത്? ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ ഷെയർ ചെയ്യേണ്ട ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യടാ. യൂട്യൂബിൽ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ അമർത്തുക. എവിടെ ബെൽ ബട്ടൺ ഉണ്ടാകുക? സബ്സ്ക്രൈബിൻ്റെ യൂട്യൂബിൽ. അപ്പോൾ മറന്നുകൊണ്ടാ ഇവരെല്ലാം ചെറിയ നമ്മുടെ 5 ആളെ റിക്വസ്റ്റാണ്. ഒരു അമ്പിൾ റിക്വസ്റ്റ് നിങ്ങളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ വെറൈറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസും കൊണ്ടുള്ള പിന്നെ വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.